പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തിരുവല്ല കുറ്റൂർ റെയിൽവേ ക്രോസിന് സമീപമുള്ള വീടിനോട് ചേർന്നുള്ള ചായക്കടയ്ക്ക് മുന്നിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. കടയുടമ ജയരാജൻ രാവിലെ ചായക്കട തുറക്കാൻ വന്നപ്പോഴാണ് കുഞ്ഞിനെ കണ്ടത്. കട തുറക്കാനായിട്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് കൊച്ചിൻ്റെ ഒരു ചെറിയ കരച്ചിൽ കേട്ടോട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു പൊടിക്കുഞ്ഞ്. എനിക്ക് പേടി, ഞാൻ ഓടി എൻ്റെ ഭാര്യയെ കൂടെ വിളിച്ചു. ഞാൻ 5 മണി കഴിയുമ്പോഴാണ് ഇത് തുറന്ന് 5:30 ആകുമ്പോഴാണ് ചായയൊക്കെ ഇടുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി അതെല്ലാം ചായ ഇടാനും ഒക്കെ തുടങ്ങാൻ വന്നപ്പോഴത്തേനും ഇത് കണ്ടുവച്ച് പിന്നെ ലൊക്കേഷൻ അറിയാവുന്ന ആയിരിക്കും. അത് തന്നെയല്ലേ വെട്ടമുള്ളതുകൊണ്ട് ഈ ഒരു ലൈറ്റ് ഓഫ് ചെയ്തേ ഇല്ല. വല്ലാതെ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു തുണി എൻ്റെ ദേഹത്തിട്ടു. അപ്പുറത്ത് കൊച്ചുമോനെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. എല്ലാവരും ഇറങ്ങി വന്നപ്പോഴാണ് പറഞ്ഞ് അവർ രാത്രി ഉറങ്ങിയിട്ടില്ല, അവരുടെ പശു പ്രസവിച്ച കാരണം. അപ്പം ഒരു 1:30 മുതൽ ഒരു പൊടിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു, കൊച്ചുമോനെ വിളിച്ചു. കൊച്ചുമോൻ പിന്നെ പോലീസിനെ വിളിച്ചു. നാട്ടുകാരെല്ലാം വന്നു. അങ്ങനെ കുഞ്ഞിനെ ഇപ്പോൾ വന്ന് പോലീസ് കൊണ്ടുപോയി. ഒരാൺകുഞ്ഞ്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശരാണൻ, ഇതിപ്പോൾ ആരുപേക്ഷിച്ചതാണ്? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? പ്രാഥമികമായ ഒരു അന്വേഷണം മാത്രമേ പൂർത്തിയായി കാണുകയുള്ളൂ. എന്തെങ്കിലും വിവരമുണ്ടോ? രഞ്ജിത്ത്, അത്തരം വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ല. പുലർച്ചയോടുകൂടിയാണ് ഈ കുഞ്ഞിനെ, അത് 2-3 ദിവസത്തെ പ്രായമേ ഉള്ളൂ ഈ കുഞ്ഞിന്, ഈ ചായക്കടയിൽ കുറ്റൂർ റെയിൽവേ ക്രോസിന് താഴെയുള്ള ഒരു തട്ടുകടയാണ്. ആ തട്ടുകടയുടെ മുന്നിലാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ അവര് കട തുറക്കാനെത്തിയപ്പോഴാണ് ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയും അയൽക്കാരെ അറിയിക്കുകയും ഒക്കെ ചെയ്തു. 2 മണി വരെ മറ്റു കാര്യങ്ങളൊന്നും, തൊട്ടടുത്ത വീട്ടില് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതുവരെ വലിയ ഇത്തരത്തിലുള്ള കുഞ്ഞിനെ ഇവിടെ കണ്ടെത്തുന്ന സൗണ്ടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും വീട്ടുകാർ കേട്ടില്ല. പക്ഷെ പുലർച്ചെ ചായക്കട തുറക്കാൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പോലീസ് വന്ന് കുഞ്ഞിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ കുഞ്ഞിനില്ല എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായ കാര്യം. പക്ഷേ രാത്രി ഒരു 2:30 കൂടി ഒരു 3 മണി 3 മണിയോടൊക്കെ കൂടി ഈ കടയുടെ മുന്നിൽ ഒരു ബൈക്ക് വന്നു നിന്നതായി പറയുന്നു. എന്നിട്ട് പോകുന്നതായും ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് കേന്ദ്രീകരിച്ചപ്പോൾ പോലീസ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കൂടി അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇനി ആ ബൈക്കിൽ വന്നവരാണോ ഈ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോയെന്നുള്ള കാര്യം അറിയാൻ കഴിയില്ല. പക്ഷെ ആ വിവരങ്ങൾ കൂടി ശേഖരിക്കാനുള്ള അന്വേഷിച്ചു വരികയാണ് പോലീസ്. എന്തായാലും കുഞ്ഞ് നിലവിലത്തെ സാഹചര്യത്തിൽ ആരോഗ്യവാനാണ്, ആൺകുഞ്ഞാണ്. 3-4 ദിവസത്തെ മാത്രം പ്രായമാണ് കുഞ്ഞിനുള്ളത്. എന്തായാലും വലിയ തണുപ്പുള്ള സമയമാണ്. പോലീസ് വന്ന ഉടൻ തന്നെ തോർത്തു കൊണ്ട് ടവലെ കൊണ്ട് കുഞ്ഞിനെ കുറഞ്ഞാണ്ട് പൊതിച്ചാണ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും പോലീസ് ആരാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്നുള്ള കാര്യം തിരുവല്ല പോലീസ് അന്വേഷിച്ചു വരികയാണ്. കുഞ്ഞിനെ ഇപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. കുഞ്ഞ് പൂർണ്ണമായി ആരോഗ്യവാനാണ്. രഞ്ജിത്ത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.